നമസ്തേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരോ ചാനലിലായിട്ട് ഓരോരോ കോമഡി ഷോകൾ കാണാറുണ്ട് അല്ലേ? പക്ഷേ ഈ കോമഡി ഷോകൾ അതിര് വിട്ടതായി പോകുമ്പോൾ നമുക്ക് ചില അസ്ഥിതകളും തോന്നാറുണ്ട്. അതിൽ ഒരു അസ്ഥിത തോന്നിയ സംഭവം ഞാൻ നിങ്ങളെ കാണിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവിടെ ചേട്ടനോട്. ചേട്ടന്റെ ഫോണിൽ എങ്ങനെയാ സേവ് ചെയ്തിരിക്കുന്നത്? ഭാര്യ ആര്യ എന്നാണ് എന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഷോ ഏതാണെന്ന് മനസ്സിലായി കാണും. ഞാനും കരുതുന്നത് ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി അങ്ങനെ എന്തോ ആണ് അതിന്റെ പേരെന്നാണ്. എന്തായാലും സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണിത്. വളരെ നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും വളരെ നമ്മളെ കുടുകുട ചിരിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിൽ വരാറുണ്ട്. പലരും വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി വരാറും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഷോകളുണ്ട്. അതിൽ ഒരു ഷോയുടെ ഈ ഒരു ക്ലിപ്പിംഗ് ആണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരുപക്ഷെ ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് എടുത്തതായിരിക്കാം. ഇപ്പോഴെന്റെ കണ്ണിൽ പെട്ടതായിരിക്കാം. ഇതിൽ ഈ ഭാര്യ ഭർത്താവിനോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ആദ്യം അവർ ചോദിക്കുന്നത്, എന്റെ പേര് നിങ്ങൾ എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത്? ഭാര്യ ആര്യ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഒരുപാട് ഭാര്യമാരുണ്ട്. അല്ല, അപ്പൊ ഭർത്താവ് പറയുന്ന ഉത്തരം എന്ന് പറയുന്നത്, അല്ല ഒരുപാട് ആര്യമാരുണ്ടല്ലോ അതുകൊണ്ട് മാറിപ്പോ അയാൾ അവിടെ നിന്ന് ചൂളിപ്പോവുകയാണ് എന്നൊക്കെ പറയില്ലേ? ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി. അപ്പോൾ അല്ല ഒരുപാട് ആര്യമാരെന്ന് ചോദിക്കുമ്പോ തന്നെ ഭാര്യ അവിടെ ഇരുന്ന് ചോദിക്കുക, എന്താ ഒരുപാട് ഭാര്യമാരും? ഓ, അങ്ങ് തകർന്നു പോയി. ഭർത്താവിനെ അങ്ങ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഷൂ ആക്കി എന്നുള്ള ഒരു എക്സ്പ്രഷനും ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ചോദിക്കുകയാണ്, ചേട്ടന്റെ യൂണിഫോമിൽ നിന്ന് നീണ്ട ചില 3, 4, 5 മുടിയിഴകൾ കൂടി ഞാൻ കണ്ടു എന്നുള്ളതാണ്. ഞാൻ ഈ യൂണിഫോം കഴുകിയപ്പോഴേ 3-4 നീളമുള്ള മുടിയുടെ കാണും. അപ്പൊ അത് ചേട്ടന്റെ തലയിൽ മുടി ഒത്തിരി പൊതുവേ ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ മുടിയുടെ വന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സത്യത്തിൽ ആ മനുഷ്യന്റെ മുഖം വല്ലാതെ അങ്ങ് മാറിപ്പോവുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഇവര് പറഞ്ഞ് വെച്ച് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്ത ഒരു കാര്യമാണ് എന്നുള്ളത്. അത്രത്തോളം അഭിനയ സിദ്ധിയുള്ള ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സിനിമാക്കാരെ നിങ്ങൾ ആ മനുഷ്യനൊരു അവസരം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിച്ചത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടാകുമായിരിക്കാം. ഒരു ഭർത്താവിന്റെ ഷർട്ടില് ഒരു യുവതിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ മുടിയിഴകൾ 5-6 എണ്ണം കണ്ടു എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഹ് ആഹ് എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഇന്നർ മീനിങ് ആണല്ലോ, ഇന്നർ മീനിങ്ങുകളുടെ കാലമാണല്ലോ. എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് സ്വന്തം ഭർത്താവിനെ ഒരു ഷോയുടെ ഒരു 4, 5, 6 പേരുള്ള പരിപാടിയല്ല, അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഷോ അല്ല. ഇതങ്ങ് എയറിൽ പോയ സംഭവമാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും ഇത് കാണാനിടയായതും. അപ്പൊ അങ്ങനെ ഒരു ഷോയിൽ വെച്ചിട്ട് സ്വന്തം ഭർത്താവിനോട് ഭർത്താവിനെ ഒന്ന് കളിയാക്കാം, എനിക്കൊന്ന് കുറച്ച് ഇതായിട്ട് നിൽക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇത്തരത്തിലുള്ള അവിഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് സത്യത്തിൽ വല്ലാത്തൊരു അരോചകമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഞാൻ പോയത്. ഇങ്ങനെയൊക്കെയാണോ ട്രോളുന്നത്? എത്ര നല്ല രീതിയിൽ ഭർത്താവിനെ ട്രോളാൻ പറ്റും? ഇപ്പൊ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണെന്നേ. ട്രോളുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രോളുകയും എടുക്കുകയും ഒക്കെ ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇത് പറയണമോ? നിങ്ങൾ വീട്ടിൽ നിന്ന് ആയിക്കോന്നേ. ആ ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് ആളുകൾ പ്രേക്ഷകരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര സാഹസപ്പെടുന്നത്? സ്വന്തം ഭർത്താവ് ഒരു മോശമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഇത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വലിയ ഒരു എന്താ പറയാ, ഞാനാണ് ട്രോളാൻ വലിയ ആള് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആളുകൾ ചിന്തിക്കുമെന്ന് കരുതുന്നുണ്ട്? ഞാൻ ഒരിക്കലും അതിങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമല്ല. ഇത് ശുദ്ധ പോക്രിത്തരമാണ് എന്ന് പറയും. ഒരാണിനെ പിടിച്ചു നിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് ഇത് വലിയ വിഷയമാവാതെ പോയത്. ഈ പുരുഷൻ ഈ സ്ത്രീയോടാണ് ഈ ചോദ്യം അവിടെ നിന്ന് ചോദിച്ചതെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉറപ്പായിട്ടും നിങ്ങളും ഒക്കെയും ഇതിനെ മറ്റൊരു രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുക. ഒരു സ്ത്രീയോട് ഇത്തരത്തിലൊക്കെ പെരുമാറാമോ? ഒരു പബ്ലിക് സ്പേസ് അല്ലേ?
നമുക്ക് സ്ഥലകാല ബോധം എന്ന് പറയുന്ന ഒന്ന്, അല്ലെങ്കിൽ ഔചിത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വിദ്യാഭ്യാസത്തിലൂടെ ഒന്നും അല്ല അത് കിട്ടുന്നത്. അത് നമ്മള് പരസ്പരം നമുക്ക് ചുറ്റുമുള്ള സ്ഥിതിയിൽ നിന്ന്, പരിസ്ഥിതിയിൽ നിന്നൊക്കെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതിയ ഇമ്പോസിഷൻ എഴുതിപ്പിച്ചിട്ടൊന്നും കിട്ടുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഇമ്പോസിഷൻ ഒന്നും എഴുതിയിട്ടൊന്നും ആരും ഇവിടെ ഔചിത്യം പഠിച്ചിട്ടുമില്ല. നമുക്ക് സ്വയം തോന്നണം ഇതെന്റെ ഒരു ലിമിറ്റ് ആണ്, ഇതിനപ്പുറം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭർത്താവിന് കുറച്ചിലാണ്, എനിക്ക് തന്നെയും അത് കുറച്ചിലാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മൂള വേണം എന്ന് പറയുന്നത്. അത് വേണം. ഇപ്പോഴത്തെ പല പരിപാടികൾ, ഇതിനു മുമ്പ് കുറച്ചു നാൾ മുമ്പുണ്ടായ ഒരു പരിപാടിയിൽ കുട്ടികളോട് വെച്ചിട്ടൊക്കെയുള്ള ഒരു പരിപാടിയായിരുന്നു. അതിൽ വല്ലാത്ത ഡബിൾ മീനിങ് ആണ് എല്ലാം ഉദ്ദേശിക്കുന്നത്. ആ കുട്ടികളെ വെച്ചുകൊണ്ട് അച്ഛനും അമ്മയോടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നുമല്ല ചോദിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു, ഇത് എന്ത് മണ്ണാങ്കട്ട പരിപാടിയാണിത്? ഇമാതിരിയാണോ പരിപാടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രോഗ്രാം പ്രൊഡ്യൂസിങ് ഇങ്ങനെയാണോ? ശരിയാണ്, കുറച്ച് ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ എല്ലാരും കുണുങ്ങി ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യും. കുണുങ്ങി ചിരിച്ചവൻ കുറച്ച് തിരിഞ്ഞു നിന്നിട്ട് നല്ല പച്ച തെറി പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഇമാതിരി ആഭാസത്തരമാണോ എന്നുള്ളത് ഞാൻ ചുരുക്കുന്നു, അതിലേക്ക് ചുരുക്കി വാക്കുപയോഗിക്കുന്നു. മനുഷ്യൻ ഇങ്ങനെ തന്നെയാണ്, ആസ്വദിക്കും, പിന്നീട് കുറ്റം പറയും. കാരണം ഈ കാണുകയും ചിരിക്കുകയും ചെയ്യുന്ന ആൾക്ക് വരെ അറിയാം, അത് കാണിക്കുകയും പറയുകയും ചെയ്യുന്ന ആൾക്കും അറിയാം ഇത് ശരിയല്ല, ഇതൊരു സമൂഹത്തിലേക്ക് ചെല്ലേണ്ട കാര്യമല്ല, ഒരു കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെയല്ല പറയേണ്ടത്, അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഇതല്ല ചോദിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മലയാളിയുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് വല്ലാത്തൊരു തരം മാനസിക രോഗത്തിന് അടിമപ്പെട്ടു പോയ ചിലരായിട്ട് മാത്രമേ മലയാളികളെ നമുക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ എന്ത് കണ്ടാലും അതിലൊരു പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അത് പറഞ്ഞ് പൊളിറ്റിക്സ് കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീയാണെങ്കിൽ പൂരപ്പാട്ട് പാടുക എന്ന് പറയും. എടാ, നിനക്കൊന്നും യാതൊരു ഉളുപ്പുമില്ലേടേ? അതാണ് ചോദിക്കാനുള്ളത്. ഒരു ലേശം ഉളുപ്പില്ലേ? ആണായാലും പെണ്ണായാലും ഒക്കെ ഈ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞ ഇയാൾ എങ്ങനെയാണ് ഇനി വീട്ടിൽ പോയിട്ട് ഇവരോട് പെരുമാറിയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. അയാൾ മാനേജർ ആണെന്ന് തോന്നുന്നു. അയാൾ അവിടെ നിന്ന് അങ്ങ് ഉരുകുന്നത് നമുക്ക് ആ സീനിൽ കാണാം. അതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിലും പോലും അയാൾ വീട്ടിൽ ചെന്നിട്ട് വളരെ സൗമ്യതയോടുകൂടി ആ സ്ത്രീയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അയാളെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം എന്ന് തന്നെ പറയാതിരിക്കാനും തരമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിലുള്ള ഇന്നർ മീനിങ്ങുകളുള്ള, ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിർത്തിക്കൊണ്ട് ഭാര്യയായാലും ഭർത്താവിനെയായാലും പരസ്പരം ഇത്തരത്തിലുള്ള ഈ വേളാങ്കിക്കൽ പരിപാടികൾ ചോദിക്കുകയും എടുക്കുകയും ചെയ്ത് നാറ്റിക്കുന്ന പരിപാടിയെ ട്രോളുകളായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.